ഹായ്, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും ചേർന്നിട്ട് ഒരു കടൽ തീരത്ത് ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അന്ന് ഒരു സിനിമാ സംബന്ധിയായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ ചെന്നത്. രാത്രി സമയത്ത് അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു മൂന്നാമത്തെ വീട്ടിൽ ഒരു ഗൃഹനാഥൻ മദ്യപിച്ച് വന്നിട്ട് ഭാര്യയെ ഒരുപാട് പുലഭ്യം പറയുന്നുണ്ട്. ഭാര്യ ആദ്യം തിരിച്ച് കുറെ വാക്കുകളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ട് ഇയാളുടെ തെറിവിളി സഹിക്കാൻ വയ്യാതെ അവരും തിരിച്ച് പിന്നെ തെറി പറഞ്ഞു തുടങ്ങിയാണ്. ഇയാള് അവിടെ കിടക്കുന്ന പാത്രങ്ങൾ എടുത്തെറിയുക, കസേരയിലും മറ്റൊക്കെ ചവിട്ടുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ ചർച്ചയ്ക്ക് ഇത് വലിയൊരു ശല്യമായിട്ട് തോന്നി. എങ്കിലും കൂടെയുള്ളവർ പറഞ്ഞ് കടപ്പുറത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് നമ്മളിത് മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. ഇയാള് ആ ഭാര്യയെ, ഒരു മെല്ലിച്ച സ്ത്രീ, അവരെ പിടിച്ച് മുറ്റത്തോട്ട് ഇറക്കി നിർത്തി അടിക്കാൻ തുടങ്ങി. അത് മുതുകത്ത് ശക്തമായ രീതിയിൽ ഇടിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരെ ചാടി എണീറ്റു. പിടിച്ചു മാറ്റാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. ഞാൻ അപ്പോഴും നോക്കുന്നത് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള പലരും ഉണ്ട്. അവരൊന്നും ഇതിൽ വലുതായിട്ട് ഇടപെടുന്നില്ല. എന്നൊക്കെ റിപ്പോർട്ടോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരം അല്ലാതെ വേറൊന്നും പറയുന്നില്ല. ഈ സ്ത്രീയെ ഉപദ്രവിച്ചിട്ട് പോലും അവര് അധികം മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ എൻ്റെ സുഹൃത്തുക്കൾ അങ്ങോട്ട് പോകാൻ തുനിഞ്ഞപ്പോൾ ആ കടപ്പുറത്ത് തന്നെയുള്ള വേറൊരാള് പറഞ്ഞു, നിങ്ങൾ അതിൽ പോയി ഇടപെടണ്ട, അത് അവരുടെ പാടായി എന്നുള്ള രീതി പറഞ്ഞു. പക്ഷെ എൻ്റെ കൂട്ടുകാർക്ക് അത് സഹിച്ചില്ല, ഒരു സ്ത്രീയെ ഇങ്ങനെ മർദ്ദിക്കുന്നത്. അവർ ആ മദ്യപനെ ഇങ്ങോട്ട് പിടിച്ച് മാറ്റുകയും എൻ്റെ കൂട്ടത്തില് ഒരാള് ഈ മദ്യപനെ ഒരു അടിയും കൂടെ കൊടുത്തു. കാര്യം ഇയാളെ പിടിച്ച് തള്ളുക മറ്റേ ചെയ്തപ്പോഴാണ് ഈ എൻ്റെ സുഹൃത്തുക്കളുള്ള ഒരാൾ അയാളെ അടിച്ചത്. പെട്ടെന്നാണ് ഈ അടിയും കൊണ്ട് കരഞ്ഞുകൊണ്ടുന്ന സ്ത്രീ ഇവരുടെ നേരെ പാഞ്ഞു നിന്ന്, എൻ്റെ കെട്ടിയവൻ എന്നെ അടിച്ചിരുന്നിരിക്കും, എന്നെ ചവിട്ടിന്നിരിക്കും, നീയൊക്കെ ചോദിക്കാൻ ആടാ, എൻ്റെ ഭർത്താവിനെ മർദ്ദിക്കാൻ നീ ആടാന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. പെട്ടെന്നാണ് എൻ്റെ അകത്തുനിന്ന് വേറെ പലരും ഇറങ്ങി വന്നിട്ട് ഈ കൂട്ടുകാരന്മാർക്ക് നേരെ അങ്ങോട്ട് കയർക്കാൻ തുടങ്ങിയത്. എൻ്റെ ചെവിടെ ഞങ്ങൾ അടിച്ച് പൊളിച്ചു കളയും, ഈ കടപ്പുറത്ത് വന്നിട്ടാണ് ആടാ ഇങ്ങനെ കാണിക്കണേന്നൊക്കെ ഉള്ള രീതിയിൽ അവർ സംസാരം തുടങ്ങി. ഒരുവിധം കൂട്ടുകാരെല്ലാം രക്ഷപ്പെട്ട് മടങ്ങി വന്ന് തലയെ കൈവച്ചുകൊണ്ടാണ് അവർ വന്ന് കയറിയത്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സ്ത്രീ തന്നെ അടിക്കാൻ തൻ്റെ ഭർത്താവിന് അധികാരമുണ്ട്, തൻ്റെ ഭർത്താവിനെ മറ്റൊരാൾ തൊടാൻ പാടില്ല എന്നുള്ളൊരു നിയമത്തിൽ വിശ്വസിച്ച് വച്ചിരിക്കുകയാണ്. അതായത് ആ സ്ത്രീക്ക് ഭർത്താവ് ഇനി എങ്ങനെ അടിച്ചാലും എന്ത് ചെയ്താലും അവരത് സഹിച്ചോളും, മറ്റൊരാൾ അത് ചോദ്യം ചെയ്യാൻ ചെല്ലണ്ട എന്നുള്ള രീതിയിൽ അവരെ ആരൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ അവർ വളർന്ന സാഹചര്യമാവാം, അങ്ങനെ അവർ കണ്ടും കേട്ടും ഒക്കെ അങ്ങനെ ഒരു ശീലത്തിലേക്ക് എത്തിച്ചേർന്നതായിരിക്കാം. ഞാനിവിടെ ഇത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പത്രമാധ്യമങ്ങളിലെല്ലാം കാണുന്നൊരു കാര്യമാണ്. പല പെൺകുട്ടികളും ഭർത്താവിൻ്റെ നിരന്തര പീഡനം വയ്യാതെ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം. അപ്പോൾ ആ വാർത്തയ്ക്കടിയിൽ ചിലപ്പോൾ കമന്റുകളൊക്കെ ആയിട്ട് ആൾക്കാർ ചോദിക്കുന്നതാണ്, ഇത്രയും പീഡനങ്ങൾ സഹിച്ചിട്ട് അവൾക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞുകൂടായിരുന്നോ, അവളുടെ വീട്ടിലേക്ക് തിരികെ പൊയ്ക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ പല പെൺകുട്ടികളും അതിനൊന്നും തയ്യാറാകാതെ സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുന്നതാണ്. ഒരു പക്ഷേ ഇതില് ചില ആത്മഹത്യകൾ എന്ന് പറയുന്നത് പിൽക്കാലത്ത് കൊലപാതകമായിട്ട് നമുക്ക് തെളിഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാലും ശരി, നമ്മുടെ സമൂഹത്തില് കുറെ ദുഷ്ടമനസ്സുള്ള വ്യക്തികളുടെ അടിയും ചവിട്ടും തുപ്പും ഒക്കെ ഏറ്റിട്ട് പല സ്ത്രീജനങ്ങളും പല പെൺകുട്ടികളും കണ്ണീരിൽ ആണ്ട് കഴിയുന്നുണ്ട്. പക്ഷെ അവരെന്തുകൊണ്ട് സ്വന്തം വീട്ടിൽ ഇത് പറയുന്നില്ല, അവരെ എന്താണ് വിലക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകള് സ്വന്തം വീട്ടിലേക്ക് പോകാതിരിക്കുന്നതിലും സ്വന്തം വീട്ടില് ഇത് പറയാതിരിക്കുന്നതിൻ്റെയും പിന്നില് ആദ്യത്തെ ഘടകം എന്താണെന്ന് വെച്ചാൽ പേടി തന്നെയാണ്, ഫിയർ. അതായത് ഇവർ കുറച്ചു കാലം ഈ മനുഷ്യനോടൊപ്പം ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ പ്രകൃതത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കുകയാണ്. ഇയാള് അടിക്കുക മാത്രമല്ല, വല്ലാതെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നീ എവിടെ വരെ പോകുന്നിടം വരെ ഞാൻ വന്ന് നിന്നെ ഉപദ്രവിക്കും, നീ നിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയെ ഞാൻ ഉപദ്രവിക്കും, അല്ലെങ്കിൽ ഞാൻ കുട്ടിയെ ഉപദ്രവിക്കും, നിന്റെ കൂടെ ഞാൻ കുട്ടികളെ വിടില്ല എന്നിങ്ങനെ ഇവിടെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അവൾക്ക് തോന്നും, എൻ്റെ പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും പ്രശ്നം ഉണ്ടാകും, എൻ്റെ സഹോദരിക്കും സഹോദരനൊക്കെ പ്രശ്നം ഉണ്ടാകും, ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ മൂലം പലർക്കും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, അതിനേക്കാളും അടിയും ഇടിയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇവരുടെ നിരന്തരമുള്ള ഭീഷണി കൊണ്ട് സാധിക്കാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും കൊടിയ പീഡനങ്ങൾ നടന്നിട്ടും അത് വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ചിട്ട് പല സ്ത്രീകളും നിൽക്കുന്നത്. ഇതുപോലെ വേറൊരു സന്ദർഭമുള്ളത്, വീട്ടുകാരെയൊക്കെ വളരെയധികം നിർബന്ധിച്ചിട്ടായിരിക്കും ഈ പെൺകുട്ടി ഈ പുരുഷനെ കൊണ്ട് വിവാഹം നടത്തിച്ചത്. കാര്യം പ്രണയത്തിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിക്കാറുള്ളത്. അപ്പോൾ പ്രണയിക്കുമ്പോൾ വീട്ടുകാർ പറയും അവൻ അത്ര നല്ലതല്ല, അല്ലെങ്കിൽ അവന് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പെൺകുട്ടി പറയും അങ്ങനെയൊന്നുമല്ല, അയാൾ നല്ലതാണ്
എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിവാഹം കഴിക്കുന്നത്. എന്നാൽ തനി നിറം പുറത്താകുമ്പോൾ ഇവൾക്ക് വീട്ടുകാരടുത്ത് പറയാൻ പറ്റില്ല. കാര്യം അന്നേ അവർ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരും, നീ അതുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞെന്താണ്, അയാൾ നല്ലവനാണെന്ന്. ഇനി അങ്ങോട്ട് തിരിച്ച് പറയാം ഇയാൾ മോശപ്പെട്ട ആളാണ് എന്ന് പറയുമ്പോൾ അവർ വഴക്ക് പറയില്ലേ, അല്ലെങ്കിൽ ഇയാളെ മോശപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ, ഇയാൾ നന്നാവില്ലേ എന്നൊക്കെ കുറച്ചു നേരം കൂടെ ക്ഷമിക്കാം എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും പല പെൺകുട്ടികളും തങ്ങൾക്കുണ്ടാകുന്ന ഈ അതിക്രമങ്ങളെ പുറത്ത് പറയാതിരിക്കുന്നത്. പിൽക്കാലത്ത് എല്ലാം സഹിച്ച് ചില പെൺകുട്ടിയൊക്കെ ആത്മഹത്യ തന്നെ ചെയ്യേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. രണ്ടാമത്തത് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ശാരീരിക പീഡനങ്ങൾ കൊടുക്കുന്ന ഭർത്താവ് ഈ പെൺകുട്ടിക്ക് മാനസികപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കാറുണ്ട്. അതിലൊന്നാണ് നിന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് നിരന്തരം പറയുക. അതായത് ഇവൾ നല്ല പഠിച്ചിട്ടുണ്ടായിരിക്കും, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, പക്ഷേ ഇവിടെ പലപ്പോഴും ജോലിക്ക് വിടില്ല. ഇവള് കഷ്ടപ്പെട്ട് പല ജോലികൾക്ക് ശ്രമിക്കുമ്പോഴും ഇവൾക്ക് എന്തോ ബാഡ് ലക്ക് ആയിരിക്കാം, ഇവൾക്ക് ജോലി കിട്ടില്ല. അപ്പോൾ ഈ ഭർത്താവ് പറയുന്നത്, നീ എൻ്റെ അനുസരണയെ കഴിയേണ്ടവളാണ്, നിനക്ക് ഒരു കഴിവുമില്ല, അതുകൊണ്ടാണ് നിനക്ക് ജോലി കിട്ടാത്തത്, നീ എവിടെ പോയാലും അവിടെ എല്ലാം നിനക്ക് അധോഗതിയാണ് എന്നുള്ള രീതിയിൽ ഇവളുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്ന കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പം അവർക്ക് തന്നെ നമ്മളെ ഒന്നിനും കൊള്ളില്ല എന്നൊരു തോന്നലിലേക്ക് എത്തിച്ചേരാൻ കാരണമാകും. പല പെൺകുട്ടികളും ഒരുപാട് കഴിവുകൾ കയ്യിൽ വെച്ചിട്ട് ഒന്നും ആകാതെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഭർത്താവിൻ്റെ അടിമയെ പോലെ പലയിടത്തും കഴിഞ്ഞു കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ എല്ലാം പിന്നിൽ മാനസികമായിട്ട് ഭാര്യയെ തളർത്തുന്ന ഭർത്താവിൻ്റെ ചെയ്തികളാണ് പലപ്പോഴും കാരണമായി വരിക. മൂന്നാമത്തത് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പഠിച്ച നിസ്സഹായാവസ്ഥ എന്ന് പറയാം. ഒരു പെൺകുട്ടിക്ക് തൻ്റെ അവസ്ഥയെല്ലാം മനസ്സിലായി, തനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുകയില്ലെന്ന് അവൾക്ക് ബോധ്യമായി. അങ്ങനെ അവൾ പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള മാതാപിതാക്കള് കാര്യത്തിൻ്റെ പൂർണ്ണ ഗൗരവം മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ തങ്ങൾക്കൊരു ഭാരമാണ് എന്നുള്ള തോന്നൽ കൊണ്ടോ ചിലപ്പോൾ ഈ മകളെ അവളുടെ വശം കേൾക്കാതെ ഇതിൽ നിനക്കും ചില പങ്കുകളുണ്ട്, നീ തിരികെ വീട്ടിൽ പോകുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ വീട്ടുകാർ നിരന്തരമായിട്ട് അവളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല അവളെ വിവാഹം കഴിച്ച് അയക്കുന്നതിന് മുമ്പ് അവൾക്ക് വീട്ടിൽ കിട്ടിയിരുന്ന സ്വാതന്ത്ര്യമൊന്നും പലപ്പോഴും കൊടുക്കില്ല. അവളെ സ്വന്തം വീട്ടുകാർ തന്നെ ഒരുപാട് ദ്രോഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ദ്രോഹം എന്ന് പറഞ്ഞാൽ നേരിട്ട് അവളെ ഉപദ്രവിക്കുന്നു എന്നല്ല, അവൾക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ ചിലപ്പോൾ പെരുമാറ്റങ്ങൾ ഉണ്ടാകും. ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ട് വീണ്ടും രക്ഷയില്ല എന്നുള്ള മനോഭാവത്തിൽ അവൾ തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ വീണ്ടും ഈ ഭർത്താവ് നല്ലതുപോലെയൊക്കെ ആദ്യം ചിലപ്പോൾ അഭിനയിച്ചേക്കും. കാര്യം സ്ത്രീ വീട്ടുകാരും പുരുഷ വീട്ടുകാരും ഒക്കെ ഈ വിഷയത്തിൽ കുറച്ചൊക്കെ ഇടപെട്ടിരിക്കും. അതുകൊണ്ട് കുറച്ച് മാന്യമായിട്ടൊക്കെ പെരുമാറും. 1-2 ദിവസം കഴിയുമ്പോൾ തദൈവ പഴയ അതേ ശീലങ്ങൾ തന്നെയാണ്. ഇവള് കുറച്ചാൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോഴും സ്വന്തം വീട്ടുകാർ ഇവളെ വീണ്ടും പുഷ് ചെയ്ത് അങ്ങോട്ട് അയക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ഒടുവിൽ തനിക്ക് തൻ്റെ വീട്ടിലും ഇടമില്ല, ഇവിടെ ഇടമില്ല എന്നൊക്കെ ഒരു തോന്നൽ വരുമ്പം ഈ പെൺകുട്ടി ചിലപ്പോൾ ചില കടുങ്കൈകൾക്ക് ശ്രമിച്ചു എന്ന് വന്നേക്കാം. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ആ വീട്ടിൽ തന്നെ അടിഞ്ഞുകൂടി ഇനി വരുന്നതെല്ലാം ഇങ്ങനെ തന്നെയാണ്, എൻ്റെ വിധിയാണിത് എന്നുള്ള രീതിയിൽ കഴിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആൾക്കാർ ഒരുപാടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നാലാമത്തത് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇതിനെ നമ്മൾ പറയുക ആഘാത ബന്ധം എന്നാണ്. അതായത് ഒരു ഭർത്താവ് ഭാര്യയെ നിരന്തരമായിട്ട് മർദ്ദിക്കുന്നുണ്ട്, എന്നിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ വലിയ സ്നേഹപ്രകടനമാണ്, ഇന്നലെ എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്, നീ എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കും. വീണ്ടും ഉപദ്രവം തുടരും. ഇങ്ങനെ പലവട്ടം ഉപദ്രവം ചെയ്യുകയും ഒപ്പം തന്നെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ എല്ലാം വലിയ സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ചെയ്യും. ഇത് കാണുമ്പോൾ ഭാര്യയ്ക്ക് ആകെ കൂടി ഒരു കൺഫ്യൂഷനാവും, ഇദ്ദേഹം നല്ല ആളാണോ മോശം ആളാണോ. പക്ഷേ പതിയെ ഈ ഭർത്താവിനെ ഈ സ്ത്രീ സ്നേഹിച്ചു തുടങ്ങുകയാണ്. അയാളിൽ നിന്ന് വേർപിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥ അവർക്കുണ്ടാവുകയാണ്. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വിമാനമൊക്കെ റാഞ്ചിക്കൊണ്ട് ഭീകരന്മാരെവിടെയെങ്കിലും കൊണ്ടുവന്ന് ഏറെ നാൾ സ്ത്രീകളെയൊക്കെ എവിടെയെങ്കിലും പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അതിലൊരു ഭീകരനോട് ചിലപ്പോൾ അതിലൊരു പെൺകുട്ടിക്ക് വല്ലാത്ത സ്നേഹം അനുഭവപ്പെടും. കാര്യം എന്ന് പറഞ്ഞാൽ അവൾ വിശന്ന് തളർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം അവൻ അവളെ ക്രൂരമായി മർദ്ദിച്ചിട്ട് ഒടുവിൽ തിരിച്ചു വന്ന ഒരു കുപ്പി വെള്ളം കൊടുക്കും. പിന്നീട് വീണ്ടും ചിലപ്പോൾ മർദ്ദനമൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷേ ഇടയ്ക്ക് വന്ന് അവളുടെ തലമുടി പിടിച്ചിട്ട് ഒരല്പം ഭക്ഷണം കൊടുക്കും. ഇങ്ങനെ പോകുമ്പോൾ ഇവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഇവളുടെ ഉള്ളിൽ സംജാതമാകും. ഇതൊരു ട്രോമ ബോണ്ടിങ് ആണ്. ഇത്തരം ഒരു അവസ്ഥ പല പെൺകുട്ടികളിലും ഉണ്ടാവും. ഭർത്താവിനെ കാണിക്കുന്ന ഏത് ക്രൂരതയിലും അവൾ നാളെ ഇദ്ദേഹം നന്നാവും, ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്നൊരു ബോധത്തിലേക്കൊക്കെ ചെന്ന് പെട്ടേക്കും. ഇത്
ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ മനസ്സ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതും ഉണ്ടായി വരാറുണ്ട്. അഞ്ചാമത്തത് കുട്ടികളെ കുറിച്ചുള്ള ആശങ്കയാണ്. പല അമ്മമാരും പറയുന്ന കേട്ടിട്ടില്ലേ, എൻ്റെ ജീവിതം പോയി, ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, എനിക്ക് നല്ലൊരു ഭർത്താവില്ലെങ്കിലും കുട്ടികൾക്ക് അച്ഛനില്ലാതെ ആകരുത്, അച്ഛനില്ലാതെ വളർന്നു കഴിഞ്ഞാൽ അവർ വല്ലാതെ വിഷമിക്കും, ഞാൻ വിവാഹമോചനം നേടിയാൽ എൻ്റെ കുട്ടികളുടെ ഭാവി ഇല്ലാതാകും എന്നിങ്ങനെയൊക്കെ ഇവർ മനസ്സിൽ പറയും. ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളൊക്കെ ചുറ്റുപാടുകളിൽ നിന്ന് ചികഞ്ഞെടുത്ത് അവർ ഉദാഹരണങ്ങളും ചിലപ്പോൾ പറഞ്ഞേക്കും. എന്നാൽ ഇവിടെ വലിയൊരു സത്യം ഇവർ മറന്നു പോവുകയാണ്. അച്ഛനും അമ്മയും ഒരുമിച്ച് ഒരു കുട്ടിക്കുണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ആരോഗ്യപരമാകണമെന്നൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും നിരന്തരം വഴക്കുണ്ടാക്കുകയും മോശപദങ്ങൾ പ്രയോഗിക്കുകയും അച്ഛൻ അമ്മയെ മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളിൽ ഒരു ഭയവും വല്ലാത്ത ഒറ്റപ്പെടലും നിസ്സഹായാവസ്ഥയും എല്ലാം അനുഭവപ്പെടും. ഇത് ഇവരുടെ മാനസിക നിലയെ വല്ലാതെ തകർക്കുന്നതായി മാറും. ഇത്തരം കുട്ടികളിൽ പിന്നീട് ഭയം, ആത്മവിശ്വാസക്കുറവ്, വല്ലാത്ത വയലൻസ് അങ്ങനെയൊക്കെ ഉണ്ടായി വരുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ആറാമത്തത് സാമ്പത്തിക ആശ്രയത്വം എന്നുള്ളതാണ്. സ്വന്തമായിട്ടൊരു വരുമാനമില്ലാത്തൊരു സ്ത്രീക്ക് ചിലപ്പം സ്വന്തം വീട്ടിലേക്ക് ചെന്ന് കയറിയാൽ അവിടെയും വലിയ പ്രശ്നമാകും. കാര്യം അവരും വളരെ കഷ്ടതയിലാണ് ജീവിക്കുന്നത്. ഈ മകള് വിവാഹം കഴിച്ചയച്ചു, അവളവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കുമെന്നൊക്കെ കരുതി ചിലപ്പോൾ ഇളയത്തങ്ങളായിട്ട് വേറെ പെൺകുട്ടികളുണ്ട്, അവരെ വിവാഹം കഴിച്ചയക്കാനൊക്കെ നിൽക്കുന്ന മാതാപിതാക്കളായിരിക്കും. അപ്പം താൻ ആ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നാൽ ഒരുപാട് ഭാരമായി മാറുമോ എന്നുള്ള ഒരു പ്രശ്നം ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ ഉദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീജനങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പെൺകുട്ടികൾ ഒരു ജോലി നേടിയെടുക്കുക തന്നെ വേണം. ചെറിയ വരുമാനം ആയാൽ പോലും അവർ ഒരു തൊഴിലിൽ ഏർപ്പെടണം. സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷെ പല പെൺകുട്ടികളും അത്തരം കാര്യങ്ങളിൽ അധികം ശ്രദ്ധ കൊടുക്കാതെ ഭർത്താവിൻ്റെ വരുമാനത്തിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകും. അതുമൂലം അവർക്ക് ഒരു തരം അടിമത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഇത് ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഒരു ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന് ശടിക്കുമ്പോൾ പല അമ്മമാരും എതിർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എതിർക്കാൻ പാടില്ല. അവർ പറയുന്നതാണ് കറക്റ്റ്. പക്ഷേ ഈ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഉദ്യോഗമാകണമെന്ന് നിർബന്ധം പിടിക്കരുത്. സ്വയം തൊഴിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മണി ഏൺ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രധാനം. ഏഴാമത്തെ കാര്യം കുടുംബത്തെയും സമൂഹത്തെയും ഭയം എന്നുള്ളതാണ്. അതായത് ഒരു വിവാഹ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് സ്വന്തം വീട്ടിലേക്ക് ചെന്ന പെൺകുട്ടിയെ പലപ്പോഴും ചുറ്റുപാടുമുള്ളവർ, ബന്ധുക്കളടക്കം അവളുടെ കയ്യിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്, അവനുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർ പറയും. മാത്രമല്ല ഈ വിവാഹബന്ധം വേർപിരിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികളെ വശത്താക്കാൻ വേണ്ടിയിട്ട് ചില കഴുകൻ കണ്ണുകളുള്ള നാട്ടുകാരും ഉണ്ടാവും. അവരുടെ വലയിൽ ചെന്ന് പെട്ടില്ലെങ്കിൽ അവർ അപവാദവും പറഞ്ഞു വരുത്തും. ഇതൊക്കെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പം സ്വന്തം ഭർത്താവിൻ്റെ കീഴിൽ നിൽക്കണതാണ് കുറച്ചുകൂടി സുരക്ഷിതത്വം എന്ന് തോന്നിയിട്ട് ഉള്ള പ്രശ്നങ്ങളെല്ലാം സഹിച്ച് നിൽക്കാൻ അവൾ ശ്രമിക്കും. മാത്രമല്ല പലപ്പോഴും ബന്ധുജനങ്ങളെല്ലാം പറയും, നീ പെണ്ണല്ലേ, നീയല്ലേ സഹിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞാലും ആയി. കാര്യം നമ്മുടെ കാലം എത്ര പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ പെൺകുട്ടികളെ ഒരു തെറ്റുകാരിയായിട്ട് ചിത്രീകരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മറച്ചു വയ്ക്കാൻ പറ്റാത്ത കാര്യമല്ല. അങ്ങനെ അല്ലാത്തവരുണ്ട്. പെൺകുട്ടികളുടെ യഥാർത്ഥ വിഷയം മനസ്സിലാക്കി അവരോടൊപ്പം കൂടെ നിൽക്കാൻ കെൽപ്പുള്ളവരുണ്ടെങ്കിൽ അവരാണ് സമൂഹത്തിന് നല്ല തൂണുകളായിട്ട് മാറുന്നവർ. എട്ടാമത്തെ കാര്യം മാറുമെന്ന പ്രതീക്ഷയാണ്. ഇതാണ് ഏറ്റവും വലുത്. ഭർത്താവ് ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, മദ്യപാനമുണ്ട്, അടിയുണ്ട്, തെറിയുണ്ട്, പൈസയൊക്കെ നശിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇദ്ദേഹം മാറി വരും എന്നുള്ള രീതിയിൽ ചില പെൺകുട്ടികൾ കരുതും. ചിലപ്പോൾ ഒരു ജ്യോതിഷനെ കാണുമ്പോൾ ജ്യോതിഷം പറയും, നിങ്ങളുടെ ഭർത്താവിൻ്റെ സമയം മോശമാണ്, ഇത്ര കാലയളവ് കഴിയുമ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവും എന്ന് പറയുകയാണ്. മാത്രമല്ല ഭർത്താവ് തന്നെ പറയുകയാണ്, ഞാനൊരു കൗൺസിലിങ്ങിന് കയറണം, എനിക്ക് അല്ലാതെ പറ്റില്ല, ഞാൻ മനഃപൂർവ്വം അല്ല ഇതൊന്നും ചെയ്യുന്നത്, ഒരു കൗൺസിലിംഗ് ചെയ്താൽ ഞാൻ നന്നാവും എന്ന് ഭർത്താവ് പറയും. ഈ ഭർത്താവ് ഒരിക്കലും ഈ കൗൺസിലിങ്ങിലും ചെല്ലൂല, ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു വട്ടം ചെല്ലും, പിന്നീട് അങ്ങോട്ട് പോകില്ല. ഈ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞ അവസ്ഥയാണ്. ഇതിനോടകം ഭാര്യ മനസ്സിൽ കരുതുന്നത് ഇദ്ദേഹം നന്നാവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇദ്ദേഹത്തെ കൊണ്ട് കഴിയാത്തതാണ് എന്നൊരു ബോധത്തിലേക്ക് വരും. അതും ഒരു കാരണമാണ്. ഒമ്പതാമത്തെ കാര്യം കുറ്റബോധമാണ്. പലപ്പോഴും സംസാരിക്കാൻ അറിയാവുന്ന ചില പുരുഷന്മാർ, ഞാൻ നിന്നെ ഉപദ്രവിച്ചത് നിന്റെ നാക്കുകൊണ്ടാണ്, നീ അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, നീ ചെയ്തതാണ് തെറ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ വളച്ചൊടിക്കാൻ മിടുക്കരായിരിക്കും. ഈ ഭാര്യയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അവളുടെ ഭാഗത്തായിരുന്നു ശരി, പക്ഷേ ഇദ്ദേഹം പറഞ്ഞു ചെല്ലുമ്പോൾ ഭാര്യയ്ക്ക് സ്വയം തോന്നി തുടങ്ങും, ശരിയാണ്, ഞാനൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, ഞാനൊന്ന് മിണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് അത്ര വലിയ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല എന്നൊക്കെ ഇവള് ചിന്തിച്ചു തുടങ്ങും. അതോടുകൂടി ഈ കുറ്റം എൻ്റെ കുഴപ്പം കൊണ്ട് വന്നതാണെന്ന് ഇവളൊരു
മൂഢമായ ചിന്തയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ കാര്യങ്ങളെ വളച്ചൊടിക്കാൻ സമർത്ഥരായിട്ടുള്ള പല ഭർത്താക്കന്മാരും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 10ാമത്തത് ഏകാന്തതയുടെ ഭയം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അതായത് ഭർത്താവിനെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് ചെല്ലുകയോ മാറി താമസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് ആരാണ് തുണ? എൻ്റെ കുട്ടികളൊക്കെ വളർന്ന് അവർ വേറെ ജീവിതം തേടി പോകുമ്പം ഞാൻ ഒറ്റപ്പെട്ടു പോകില്ലേ എന്നൊക്കെയുള്ള ചിന്ത പല സ്ത്രീകളിലും ഉണ്ടായി വരും. അതോടുകൂടി എന്ത് പ്രശ്നം ഉണ്ടായാലും ഇയാളോടൊപ്പം തന്നെ അത് സഹിച്ച് ജീവിക്കാം എന്നൊരു തോന്നലിലേക്ക് ഇവർ എത്തിച്ചേരാനും സാധ്യത കൂടുതലാണ്. അടുത്ത 11ാമത്തെ കാര്യം സ്നേഹത്തിന്റെ ഓർമ്മകൾ എന്ന് പറയാം. ഈ കല്യാണം കഴിച്ചു വന്ന കാലഘട്ടത്തിലൊക്കെ ഇദ്ദേഹം വളരെ സ്നേഹപൂർവ്വം പെരുമാറിയിരുന്നു. പലയിടത്തുമൊക്കെ കൊണ്ടുപോയി നല്ല ഫോട്ടോയൊക്കെ എടുത്തു. ആ ഫോട്ടോയൊക്കെ ചുവരിലൊക്കെ കാണും. ഇതൊക്കെ കാണുമ്പോൾ ഈ സ്ത്രീക്ക് തോന്നും ഇദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു, ഇപ്പോൾ എന്തോ കാലക്കേട് കൊണ്ട് ഇങ്ങനെ ആയതാണ്. നാളൊരു കാലത്ത് ഇദ്ദേഹം നന്നായി വരും, ഇദ്ദേഹത്തിനോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുകയും ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കൊള്ളരുതായ്മകളെ ക്ഷമിക്കാൻ തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച വിഷയങ്ങൾ കൊണ്ടാണ് പലപ്പോഴും പല സ്ത്രീകളും ഭർത്താവിൻ്റെ ഇടിയൊക്കെ ഏറ്റിട്ടും ഒരുപാട് ദ്രോഹങ്ങൾ ഏറ്റിട്ടും വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്നത്. ഇതിന് പുറമേ തന്നെ കുറേയധികം കാരണങ്ങൾ വേറെ ഉണ്ടാവാം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ വിഷയങ്ങളാണല്ലോ. ഞാൻ പൊതുവിൽ പറയാറുള്ളത്, നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ അത് ഒരു കൗൺസിലറുടെ അടുത്തോയോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളടുത്തോ കൃത്യമായി സംസാരിക്കണം. ആദ്യം അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയണം. ഭർത്താവിൻ്റെ ഇടിയും കിട്ടിക്കഴിയുന്നതാണ് വിവാഹമോചനത്തെക്കാൾ നല്ലത് എന്ന് കരുതി വെക്കുന്ന സ്ത്രീകളുണ്ട്. കാര്യം വീട്ടുകാരൊക്കെ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിവാഹമോചനം നേടിയ നാട്ടുകാരെന്ത് പറയും, കളിയാക്കില്ലേ എന്നുള്ള രീതിയിൽ കുട്ടിക്കാലത്തെ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. വിവാഹമോചനം എന്ന് പറയുന്നത് വിവാഹ ബന്ധത്തിൽ നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടതുപോലെ ആ ബന്ധം ശരിയല്ല എന്ന് തോന്നുമ്പോൾ നമുക്കത് അഴിക്കാൻ നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം തന്നെ തന്നിട്ടുള്ള കാര്യമാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ഗൈഡൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് വിവാഹമോചനമാണ് ആവശ്യമെങ്കിൽ അത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. ആ ചുറ്റുപാടിൽ നിന്ന് കളിയാക്കുന്നവരൊക്കെ അവരവരുടെ കാര്യം എത്തുമ്പോൾ അവരതൊക്കെ സ്വീകരിക്കും. ഇടിയും തൊഴിയും കേട്ട് ഒടുവിൽ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം എപ്പോഴും നേടിയിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ചിലപ്പം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പോലും ഒന്നും ചെയ്യാതിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് ഏതെങ്കിലും സർക്കാർ ജോലി തന്നെ വേണം, അല്ലെങ്കിൽ പ്രൈവറ്റിൽ ഒരു വലിയ ഉന്നത ഉദ്യോഗം തന്നെ വേണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരിക്കുന്നവർ ചെറിയ തോതിലെങ്കിലും എന്തെങ്കിലും ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ ആവശ്യത്തിനുള്ളൊരു വരുമാനം സമ്പാദിക്കാൻ നമ്മുടെ ഈ വിശാലമായ ലോകത്ത് വലിയ സാധ്യതകളാണ്. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഈ ലോകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങളുണ്ട്. യൂട്യൂബിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ചെകഞ്ഞു നോക്കിയാൽ ട്യൂട്ടോറിയൽസ് കിട്ടും. ഇന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് ധനം സമ്പാദിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോകൾ കിട്ടും. നമുക്ക് അതൊക്കെ പ്രേരക ശക്തിയാവും. ഇതിലുപരി ഒരു പരമമായ ശ്രദ്ധ മാതാപിതാക്കൾക്കോ ആ പെൺകുട്ടിയുടെ ഉത്തരവാദിത്വപ്പെട്ടവർക്കോ ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമാണ്. ഒരു വീട്ടിലേക്ക് കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവളെ വിവാഹം കഴിച്ചയച്ചു കഴിഞ്ഞാൽ അതോടെ എല്ലാമായി എന്നൊന്നും കരുതിക്കൊണ്ടിരിക്കരുത്. അവൾക്ക് അവിടെ സുഖമാണോ, അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, സുഖം, സന്തോഷം, എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മൾ ഏതാണ്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഇറക്കി വെച്ചതുപോലെ ആയിരിക്കും നമുക്ക് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചില വിഷമതകൾ തുറന്ന് പറയുമ്പോൾ അതിനെ അനുഭാവപൂർവ്വം കേൾക്കുകയും അതൊരു ഡേഞ്ചറായിട്ടുള്ള ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അവൾക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കുകയും വേണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ ചിലർ പെട്ടെന്ന് തന്നെ തൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നൊക്കെ പെട്ടെന്ന് അകന്നു പോകുന്നതായിട്ട് കാണാം. അങ്ങനെ പെട്ടെന്ന് അകന്നു പോകരുത്. നമ്മുടെ അടുത്ത 1-2 സുഹൃത്തുക്കളെങ്കിലും നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. നമുക്കൊരു വിഷയം വരുമ്പോൾ അവരുടെ അടുത്തൊന്ന് ചർച്ച ചെയ്യണം. അങ്ങ് എല്ലാം വിട്ടെറിഞ്ഞ് ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും ഉണ്ടാവാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയൊരു ഗ്യാങ്, എല്ലാം വേണമെന്നില്ല, പണ്ടത്തെ എല്ലാ കൂട്ടുകാരെയും നിലനിർത്തണമെന്ന് ഞാൻ പറയില്ല, കുറച്ച് പേരെടുത്തെങ്കിലും ഓപ്പണായിട്ട് പറയാനുള്ള കുറച്ച് പേരെ നമ്മൾ കണ്ടെത്തിയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ.